ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനാണ് നമ്മോടൊപ്പമുള്ളത്. റാന്നി നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിൻ്റെ വികസന സെമിനാർ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറിയ ഉമ്മൻ റാന്നിയിലേക്ക് എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് സംസ്ഥാനത്ത് ഇപ്രാവശ്യം UDF എത്ര സീറ്റ് നേടും? ഞാനങ്ങനെ ഒരു കൃത്യമായിട്ടൊരു കൗണ്ടൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരുപാട് മണ്ഡലങ്ങളിൽ പോയി, 2 ദിവസമേ ആയുള്ളൂ പ്രചരണം തുടങ്ങിയിട്ട്. പക്ഷേ എവിടെ പോയാലും വളരെയേറെ UDFന് അനുകൂലമായ വേവാണ് ഉള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം നമ്മുടെ കേരളത്തെ ഒരുപാട് പുറകോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം അതിനെതിരായിട്ടൊരു ഭയങ്കരമായ ഒരു കാറ്റ് എല്ലാ മണ്ഡലത്തിലും നമുക്ക് വീശുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായ വിശ്വാസമാണ് നല്ല ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരും എന്ന്. UDFൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് ഇപ്രാവശ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? നമ്മൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള LDFൻ്റെ ദുർഭരണം തന്നെയാണ്. അതിനെതിരായിട്ടുള്ള ഒരു കാറ്റാണ്, അതിനെതിരായിട്ടുള്ള ആളുകളുടെ വികാരമാണ്, അതിനെതിരായിട്ടുള്ള ആളുകളുടെ ചിന്തയാണ് അത് നമുക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നത്. പോരാത്തതിന് UDF ഇതിന് തൊട്ട് മുമ്പ് എൻ്റെ അപ്പയായിരുന്നു മുഖ്യമന്ത്രി. എൻ്റെ അപ്പ മുമ്പോട്ട് വെച്ചത് വികസനവും കരുതലും, ഒരുപാട് വികസന പദ്ധതികൾ, ഒരുപാട് കരുതൽ പദ്ധതികൾ അപ്പ തുടങ്ങിയ കരുതൽ പദ്ധതികൾ ഒന്നും തന്നെ ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വികസനം ഇവരായിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും വികസനം തുടങ്ങി അത് പൂർത്തീകരിച്ചതായിട്ടും എനിക്ക് അറിയത്തില്ല. അപ്പം ഇത് രണ്ടും കഴിഞ്ഞ 10 വർഷമായിട്ടില്ല. ഇതൊക്കെ തന്നെ ആ ഒരു കമ്പാരിസണും പിന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഈ ദുർഭരണവുമാണ് നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ UDFൻ്റെ പുതിയ നമ്മുടെ 5 ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യും. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോഴും UDFൽ ഈ സീറ്റ് തർക്കങ്ങൾ, അതായത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആരൊക്കെ ഏതൊക്കെ മണ്ഡലത്തിൽ മത്സരിക്കണം, അത് സംബന്ധിച്ച് പല കൂടിയാലോചനകളും നടക്കും. ഒരുപക്ഷേ ആ കൂടിയാലോചനയെ പറ്റിയൊക്കെ അറിയാം. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോഴൊക്കെ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് തർക്കങ്ങൾ, സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ. ഇക്കുറി കുറേ അധികം ലേറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്ക് ഒന്നുമല്ല. നമ്മൾ ഏറ്റവും നല്ല ഒരുപാട് ഒരുപാട് ഡിസ്കഷൻസ് എപ്പോഴും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ എസ്പെഷ്യലി ഡിസ്കഷൻസ്, നമ്മളൊരു ഡെമോക്രാറ്റിക് രീതിയിൽ പോകുന്ന പാർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഒരുപാട് ഡിസ്കഷൻ നടക്കും. ആ ഡിസ്കഷൻ്റെയൊക്കെ അവസാനത്തിൽ നമ്മൾ എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ തരുന്നു എന്നുള്ളതാണ്. നോക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഞാൻ പല സ്ഥലത്ത് പോയത് വെച്ചും അല്ലാതെ നമ്മുടെ ലിസ്റ്റ് അനലൈസ് ചെയ്താലും നമ്മുടെ പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും നല്ലതായ 140 കാൻഡിഡേറ്റ്സ്. അതെന്തായാലും ഡിസ്കഷൻ ഇല്ലാതെ നടക്കത്തില്ലല്ലോ. അപ്പം അതിനെ ഇനിയിപ്പം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇനിയിപ്പം ആ ഒരു പോയിൻ്റ് ഒരു പ്രവർത്തകനും ഒരു UDFനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയോ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന വ്യക്തിയോ ചിന്തിക്കേണ്ട പോലും കാര്യമില്ല. നമ്മൾ ഈ ഉള്ള 140 ആളുകളെ എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്ത് ആ പ്രവർത്തനം ഓരോ ജനങ്ങളെ നേരിട്ട് കണ്ട്, എനിക്കിപ്പോൾ ഞാൻ ഇത്രയും ഉറപ്പ് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വീടുകൾ കയറാനും ആളുകളോട് നേരിട്ട് കാണാനും അവരെ കാണുമ്പോഴാണ് നമുക്ക് അവരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ ഗ്രൗണ്ട്, യഥാർത്ഥമായ ഫീലിംഗ് കിട്ടാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ UDF പ്രവർത്തകരും അങ്ങനെ ആ ഓരോ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ UDFനെ വിജയിപ്പിക്കാനുള്ള എന്ത് തരം പ്രവർത്തനമാണെങ്കിലും അതിന് പാർട്ടി സ്ട്രാറ്റജീസ് കാണും. അതനുസരിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചാണ്ടി ഉമ്മന് പുതുപ്പള്ളിയിൽ എത്ര ഭൂരിപക്ഷം കിട്ടും? എങ്ങനെയാണ് കാണുന്നത്? ചാണ്ടിയുടെ ഭൂരിപക്ഷത്തെ പറ്റി പറഞ്ഞല്ലോ, സീറ്റിൻ്റെ കാര്യം പറയുന്നില്ല എന്ന് പറയുന്നല്ലോ, ഭൂരിപക്ഷത്തെ പറ്റി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ചാണ്ടി അവിടെ വിജയിക്കും. വേറെ കാര്യം കൊണ്ടൊന്നുമല്ല, അവർ ചാണ്ടിയെ അപ്പേപോലെ തന്നെ പുതുപ്പള്ളിക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അവൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നന്മ പ്രവർത്തികൾ. ഇപ്പം തന്നെ വളരെ വ്യത്യസ്തമായ ക്യാമ്പയിൻ സ്റ്റൈലിയാണ് ചാണ്ടി എടുത്തിരിക്കുന്നത്. അതൊരു ട്രഡീഷണൽ രീതി നോക്കുവാണെങ്കിൽ നമ്മളത് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാം, പോസ്റ്റർ ഇല്ല, ഫ്ലെക്സ് ഇല്ല എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പുറകിലുള്ളൊരു തോട്ട് പ്രോസസ്സ് ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ആ ഫ്ലെക്സിൻ്റെയും പോസ്റ്ററിൻ്റെയും പൈസ നമ്മൾ ജനനന്മയ്ക്കാണ് ഉപയോഗിക്കുന്നത്, മറ്റൊരാളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു തിങ്കിങ് എന്ന് പറയുന്നത് മനുഷ്യ നന്മയാണ്. അപ്പം അതിനെ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം അത് തന്നെ ആ സ്വന്തം വിജയത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പൈസ പോലും മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. അത് തന്നെ ചാണ്ടിയുടെ മനസ്സാണ് കാണിക്കുന്നത്, അപ്പയ്ക്കുണ്ടായിരുന്ന മനസ്സാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മനസ്സിനെ പുതുപ്പള്ളിക്കാർ സ്വീകരിച്ചു എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മറിയ ഉമ്മൻ ആഗ്രഹിച്ചിരുന്നു?
ഞാൻ ഒരാഗ്രഹവും ആരോടും പ്രകടിപ്പിച്ചിട്ടില്ല, ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരുപാട് മണ്ഡലങ്ങളിൽ നിന്ന് എന്നെ ആളുകൾ വിളിച്ചിരുന്നു, മത്സരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പല പല മണ്ഡലങ്ങളിൽ നിന്ന് ഒരുപാട് വാർത്തകളും ഞാൻ ഈ ഒരുപാട് സ്ഥലത്ത് എൻ്റെ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായി പോകുമ്പം ആളുകൾ കാണുകയും സംസാരിക്കുകയും ഓൺലൈൻ മീഡിയസ് വരെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കലും ആരോടും ആഗ്രഹം പ്രകടിപ്പിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതെല്ലാം പാർട്ടിയാണ് അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, 140 ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ പാർട്ടി തന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനത്തേതായ യാതൊരു വിധമായ ക്വസ്റ്റ്യൻസിനും പ്രസക്തി ഇല്ലാത്തൊരു സമയത്താണ് നിൽക്കുന്നത്. ചാണ്ടി ഉമ്മൻ ഒരിക്കൽ പറഞ്ഞു എന്ന് പറയുന്നു, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ മത്സരിക്കേണ്ട. അത് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞു, ഇതൊക്കെ മാധ്യമ വാർത്തകളാണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ചാണ്ടി ഉമ്മൻ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്? നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, താൻ മാത്രം മത്സരിച്ചാൽ മതി, മത്സരിക്കണ്ട എന്ന്? അങ്ങനെയൊന്നും ഞാൻ ഇല്ല. ചാണ്ടി പറഞ്ഞതുപോലെ തന്നെയാണ്. അങ്ങനെയൊന്നും ചാണ്ടി തന്നെ പറഞ്ഞല്ലോ, ഇതൊക്കെ ക്രിയേറ്റഡ് ആണ്. ചാണ്ടി കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അപ്പയുടെ അഭിപ്രായം അപ്പയുടെ അഭിപ്രായം വീട്ടിൽ നിന്ന് ഒരാൾ മത്സരിക്കുക, അത് അപ്പയുടെ അഭിപ്രായമാണ്. അപ്പയുടെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ചാണ്ടിയെ എന്തെങ്കിലും രീതിയിൽ രാഷ്ട്രീയപരമായി പ്രൊമോട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചാണ്ടി പറഞ്ഞിരുന്നല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഒരു മകളെയും കൂടെ പാർട്ടി അംഗീകരിക്കുകയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്കുള്ള അംഗീകാരമാണ്, അതങ്ങനെയും പറഞ്ഞിരുന്നു. പക്ഷേ അപ്പയുടെ അഭിപ്രായം ഇതായിരുന്നു, ചാണ്ടി അങ്ങനെ പറഞ്ഞതായിട്ട്. പിന്നെ അതിനും ഇത് തന്നെയാണ് ഉത്തരം. ഇനി ഇതിലൊന്നും പാർട്ടി അൾട്ടിമേറ്റ്ലി തീരുമാനമെടുത്തു, പാർട്ടി പറയുന്നത് ഫോളോ ചെയ്യുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. UDF കാൻഡിഡേറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇങ്ങനത്തേതായ ഒരു ക്വസ്റ്റ്യൻസിനും തൽക്കാലം ഒരു പ്രസക്തിയുമില്ല. വ്യക്തിപരമായിട്ടുള്ള സംസാരങ്ങളിൽ പോലും ചാണ്ടി ഉമ്മൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു ഡിസ്കഷൻ പോയിന്റ് വരേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി നമ്മളോട്, ആളുകൾ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, ഓൺലൈൻ വാർത്തകൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ പാർട്ടിയുടെ നേതൃത്വം ആരെങ്കിലും ഞങ്ങളെയോ ചാണ്ടിയോ ആരെങ്കിലും സമീപിച്ചാൽ മാത്രമല്ലേ നമ്മൾ വീട്ടിൽ പറയേണ്ട ആവശ്യകതയുള്ളൂ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പത്തനംതിട്ടയിലാണ് നിൽക്കുന്നത്. പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ 0 UDF. ഇക്കുറി എത്ര സീറ്റ് വരെ നേടും? അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ എത്ര നമ്പർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പത്തനംതിട്ടയും നമ്മുടെ ഈ 140 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസി നമ്മുടെ UDFന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ പത്തനംതിട്ടയും നല്ലൊരു രീതിയിൽ എനിക്ക് തോന്നുന്നു 5-ൽ 5 തന്നെ UDF ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലാണ്. പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്തും UDF ജയിക്കുമെന്നാണ് ഇപ്പോൾ മറിയ ഉമ്മൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുമെന്നും മറിയ ഉമ്മൻ പറയും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.